ഒരു ജോലി സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഇവരായിട്ട് കാരുണ്യം കൊണ്ട് അത് നിർത്തി തന്നു. അത് ജനങ്ങളാണ് ഈ ഒരു വിധി അവർക്ക് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എല്ലാവരും പറയുന്നത് ഏതു കാരണമാണ് അവർ തോറ്റത്, അങ്ങനെയൊന്നുമല്ല. അത് ജനങ്ങൾക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് ജനങ്ങളെ എന്നെ പോലത്തെ എത്രയോ ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ജനങ്ങൾ, അല്ലാതെ എൻ്റെ ബ്രാക്കോ ഓരോരുത്തർ പറയുന്നത് നിൻ്റെ ബ്രാക്ക് കാരണമാണ് ഇന്ന് സുഖമായിട്ട് ഉറങ്ങും. നമ്മൾ അങ്ങനെ ആരെയും ബ്രാവാനും അങ്ങനെ ഒരു മനസ്സല്ല. ഇത് ശരിക്കും ആഗ്രഹിച്ചിരുന്നോ CPM അല്ലെങ്കിൽ LDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ഭരണം നിലനിർത്തണം കോർപ്പറേഷൻ എന്ന് ഏതും ആഗ്രഹിച്ചിരുന്നു? അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. നമ്മുടെ അനുഭവമല്ലേ. അവർ ഒന്നാമത് ഇപ്പോഴേ എന്നെ നല്ല രീതിയിൽ ദ്രോഹിച്ച ആൾക്കാരാണ്. ഒരു പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് എന്നെ എൻ്റെ ജോലി എനിക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. അതും ഞാൻ മനസാവാച കർമ്മണ ചെയ്യാത്ത കുറ്റത്തിനാണ്. റിസൾട്ട് വന്നപ്പോൾ എന്ത് തോന്നി? ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് തോന്നി. ജനങ്ങൾ നമ്മളെ പോലെ ഒരു പാർട്ടിയിൽ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഒരു പാർട്ടി ഭേദമന്യേ വോട്ട് കൊടുക്കുന്ന ആൾക്കാർ, അവരെ വിജയം തന്നെയാണ്. ജനങ്ങൾ അത്രയ്ക്ക് പൊറുതിമുട്ടി എന്നുള്ള അർത്ഥമാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഈ പറയുന്ന BJP ആയാലും കോൺഗ്രസ് ആയാലും ആരും സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് ഒറ്റയ്ക്കാണ് ഞാൻ കേസ് പറഞ്ഞതും കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണ് കേസിൻ്റെ ഇതിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൻ്റെ മുഴുവൻ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ കണ്ടക്ടറാണ്. അപ്പം മെമ്മറി കാർഡ് പോയതിൽ നമുക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം വണ്ടി ഡിപ്പോയിൽ തിരിച്ചെത്തുന്നവരെ ഈ കണ്ടക്ടർ വണ്ടിക്കകത്തുണ്ടായിരുന്നു. കണ്ടക്ടർ നേരെ റഹീമിനെയാണ് വിളിച്ചത്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ഗൂഢാലോചന പ്രകാരമായിരിക്കും മെമ്മറി കാർഡ് പോയത്. അത് എനിക്കുള്ള വലിയൊരു തെളിവാണ് ഇവർ നശിപ്പിച്ചത്. എന്നിട്ട് പറയുന്നത് അവർ പ്രതികളല്ലെന്നാണ് പറയുന്നത്. അവരെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് എന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കാനുള്ളതൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവരെ ഈ കോർപ്പറേഷൻ്റെ ഇത് കയ്യിൽ നിന്ന് പോയത്. 25 വർഷമോ 30 വർഷമായിട്ട് ഇത് പാർട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു കോർപ്പറേഷനായിരുന്നു. അത് പോയതിൽ അത് ഇവർ മെയിൻ പങ്ക് മേയറാവാനാണ് സാധ്യത. അവർ അധികാരത്തിൻ്റെ ഒരു ഉങ്കും പിന്നെ ചെറിയവനെന്നാണ് നമ്മളൊരു ചെറിയ പുച്ഛത്തോടെയാണ് കാണുന്നത് ബാക്കിയുള്ള ജനങ്ങളെയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത്രയും തോന്നിയ ദിവസം കാണിച്ചാലും പാർട്ടി സപ്പോർട്ട് ചെയ്യും. അതാണ്, എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് വന്നാലും ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യും. അതാണ് പ്രത്യേകത. അണികളെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും, ഇപ്പോൾ വേണ്ടില്ലേ പറഞ്ഞ തീവ്രത അളക്കാൻ വരെ മിഷ്യമുണ്ട്. അതിപ്പോൾ നമ്മളെ ആംഗ്യം കാണിച്ചെന്ന് പറയുന്നത് ഈ തീവ്രത അളക്കാനുള്ള മിഷൻ എന്ന് വെച്ചാൽ അവർ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ സ്ത്രീകളെടുത്ത് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അതിന് തീവ്രത അളക്കാൻ മിഷ്യമുണ്ട്. ബാക്കിയുള്ള സാധാരണപ്പെട്ട ആൾക്കാരായാലും അതിൽ പ്രതി പോലും ആയിരിക്കില്ല, ഒന്നും കണ്ട പോലും കാണൂല. ഇപ്പോൾ തന്നെ എന്നെ കുടിക്കേണ്ടില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ, മാന്യമായിട്ടാണ് ആ സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചത്. മാന്യമായിട്ട് സംസാരിച്ചിട്ട് പോലും ഈ ബസ് ഇത്രയും പൊക്കത്തിൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയിൽ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങളും പൊട്ടന്മാരാണ്, നമ്മളും പൊട്ടന്മാരാണ്. ഇത് അവർ ഉണ്ടാക്കി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നല്ല വിഷമമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് സഹോദരി, അച്ഛനും അമ്മയും മാമനും വല്യമ്മയും കുഞ്ഞമ്മയും ബന്ധുക്കളും എല്ലാം ഉണ്ട്. എനിക്ക് അവരെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങുമ്പോൾ ഒരു നാണക്കേടാണ്. സപ്പോർട്ടായിട്ടുള്ള ആകെ വക്കീലും കോടതിയും മാത്രമേ ഇനി രക്ഷയുള്ളൂ. പോലീസുകാരൊന്നും ഇവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കും. എന്നുവെച്ചാൽ ഭരണം അവരെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നീതി എന്ന് പറയുന്ന സാധനം പ്രതീക്ഷിക്കുകയേ വേണ്ട. ഒരു സ്ത്രീ എന്നുള്ള ഇതിൽ പരിഗണനയിലാണ് ഞാൻ സംസാരിച്ചതും പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് എന്തെല്ലാം ഇവർ പറഞ്ഞു, ഇവരെക്കുറിച്ച് പറയാൻ ഇഷ്ടം പോലും ഉണ്ട്. എന്നിട്ട് പോലും ഞാൻ ഒരു ചാനലിൽ പോലും നെഗറ്റീവ് ഈ മാഡത്തിനെ കുറിച്ച്, മാഡം ആര്യയെക്കുറിച്ച് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതെന്ന് നമ്മളെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. കുടുംബത്തിൽ നിന്ന് വന്നാലേ നമുക്ക് ആ കുടുംബത്തിൽ നിന്ന് ആ രീതിയിലാണ് നമ്മളെ വളർത്തിയത്. എനിക്ക് സഹോദരിമാരുള്ളതാണ് ഇവർ കാരണം ഞാൻ ഒത്തിരി അനുഭവിച്ചതാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും വേദന എല്ലാം എപ്പോഴും വേദന തന്നെ. ഞാനൊരു 35 വയസ്സായി, അവരെക്കാട്ടിയും ഒരു 10 ഓണമെങ്കിലും കൂടുതലും ഉണ്ട് കാണും. എന്നുവെച്ചാൽ സമൂഹത്തെക്കുറിച്ചറിയാം, ആളുകളെക്കുറിച്ചറിയാം, അമ്മയായിട്ട് കണക്കാക്കാനും പെങ്ങളായിട്ട് കണക്കാക്കാനും എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ ശാപം വലിയ ശാപമാണെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിഞ്ഞോ അറിയാതെ അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ അവർ എൻ്റെ അടുത്ത് ഒരേ ഒരു വാക്ക് പറഞ്ഞിട്ട് കോടതിയിൽ പോയി നീതി നേടാൻ, അതനുസരിച്ച് ഞാൻ കോടതിയിൽ തന്നെയാണ്. ഇപ്പോൾ ചാനലുകാരുടെ അടുത്ത് പോലും ഞാൻ ഈ സ്ത്രീ എന്നുള്ള ഇതിൽ ബഹുമാനം കൊടുത്ത് തന്നെയാണ് അവർ സംസാരിച്ചിട്ട്. അതാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് KSRTC ഡ്രൈവറെ തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവും പ്രതിയല്ല എന്ന കുറ്റപത്രത്തിൽ നിന്ന് ഇരുവരെയും ഒഴിവാക്കി.
ഞാൻ സർക്കാരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടാ. ശമ്പളം തന്നിട്ട് ശമ്പളം കിട്ടണ്ട. നീ പറ, നീ വണ്ടി ഓടിക്കട്ടെ, നീ പറയേ. എന്റെ ഫ്രണ്ടില് 2 പ്രാവശ്യം വണ്ടി ആരും കാണിക്കുന്നു അറിയില്ലേ? എടാ, നിങ്ങളുടെ പ്രശ്നത്തിലില്ല, നിങ്ങൾ വെറുതെ ഇടപെട്ട് നിങ്ങളെ ഇത് മോശമാക്കിയത് നിങ്ങളുടെ പ്രശ്നത്തിലില്ല. ഇയാളുമായിട്ടാണ് ഞാൻ അതെ, ഇപ്പൊ ഇവര് മേയറാണ്, MLA ഉണ്ട്. അപ്പോൾ ഇവർക്കല്ലാതെ തന്നെ KSRTCയിൽ ബന്ധപ്പെട്ടാൽ ഇന്ന വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർ മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു എന്ന കാര്യമൊക്കെ അറിയിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ ഇങ്ങനെ ബസ്സിന് കുറുകെയിട്ട് ഇങ്ങനെ ഒരു രോഷം പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യവും പരിശോധിക്കണം. അപ്പൊ അതിലെന്താണ് ഒരു ന്യായീകരണം വരുന്നത്? അക്കാര്യം സമ്മതിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ അവർ എടുത്തെടുത്ത് ആ വിഷയം ചോദിച്ചപ്പോൾ മേയർ പറഞ്ഞത് സിഗ്നൽ ഉണ്ട്, ബസ്സിനെ, അതായത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിനെ തടഞ്ഞിടുകയായിരുന്നില്ല. സിഗ്നൽ, പാളയത്ത് സിഗ്നൽ വീണ സമയത്ത് ബസ്സിന്റെ മുൻവശത്ത് കയറി ബസ്സിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് മേയർ അതിനെ വിശദീകരണമായി പറയുന്നത്. പക്ഷെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ബസ് നേരെ കിടക്കുന്നു, അതിന് കുറുകെ കൊണ്ടിടുന്നു, അതിനുശേഷമാണ് ഇവരിറങ്ങി സംസാരിക്കുന്നു. ആ സമയത്താണ് ഈ വാഹനം നേരെ പാർക്ക് ചെയ്യുന്നത്.